അങ്ങനെയാണല്ലോ. തോള് കൈയിട്ട് ഫോട്ടോ ഇട്ട് ഇൻസ്റ്റഗ്രാമിലിട്ട് 100 ലൈക്ക് വാങ്ങുന്ന കൈയിട്ടോൻ ആരാന്ന് ചോദിച്ചാൽ പറയും കസിൻസാ. കസിൻസ് ഹലാലാണോ? വാപ്പാന്റെ പെങ്ങളമോ ഹലാലാണോ? ഉമ്മാന്റെ ആങ്ങളന്റെ മോൻ ഹലാലാണോ? തോള് കൈയിട്ടിട്ടും ഒരുമിച്ച് ബൈക്കുമല യാത്ര ചെയ്തിട്ടും നട്ടപ്പാത നേരത്ത് ഹാപ്പി ന്യൂ ഇയറിന് ബീച്ചിൽ ചെന്നിട്ട് ലൈവ് ഷോ ആളുകളെ കാണിച്ചിട്ടും അവസാനം കല്യാണം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലം ഫേസ്ബുക്ക് അവന്റെ 5 കൊല്ലത്തെ മുൻപുള്ള ഇൻസ്റ്റഗ്രാം ആ രീതിയിലുള്ള സ്റ്റോറി ഫേസ്ബുക്കായിട്ട് മുൻപോട്ട് കൊണ്ടെത്തുന്നപ്പം ആണിന് സംശയം തുടങ്ങി. ആണിന്റെ മനസ്സിൽ കരട് പൊന്താൻ തുടങ്ങി. ഇതൊക്കെ കൺമുൻപ് കണ്ടിട്ട് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതും ഹലാലായ ബന്ധത്തിന്റെ കൂടെ വിടാവൂ, ഹലാലായ ബന്ധങ്ങൾക്കേ നിൽക്കാവൂ. അന്യ ആണും പെണ്ണിന്റെയും മുൻപിൽ ശൈത്താനുണ്ടാവും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പോൾ ചില പെൺമക്കളും ചില ഉമ്മാരും ചോദിക്കും, ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുന്നതാണോ മൗലവി? ആണ്. അത് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ നവലിബറൽ ചിന്തകൾ മനസ്സിൽ കയറി വന്നപ്പോ എത്ര പെൺമക്കളാ കല്യാണം വേണ്ടെന്ന് വെച്ചത്? എത്ര പെൺകുട്ടികളാ കുടുംബത്തിന്റെ ഭാരം വേണ്ടാന്ന് വെച്ച്? പ്രസവിക്കുക, മുലയൂട്ടുക, കുടുംബം നോക്കുക എന്നുള്ളതൊക്കെ കാലഹരണപ്പെട്ട പഴഞ്ചൻ വിശ്വാസമാണെന്നും അതുകൊണ്ട് അത്യാവശ്യം ലിവിംഗ് ടുഗദറുകൾ നടത്തി ഒരുമിച്ച് ജീവിച്ച് താല്പര്യമില്ലാത്ത സമയമാകുമ്പോ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തന്റെ തലയിൽ കയറി അവനെയും വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയാ പോരെ എന്ന് ചിന്തിക്കുന്ന പെൺമക്കൾ വർദ്ധിച്ചതിന്റെ പേരിലാ കേരളത്തിലെ പ്രസിദ്ധനായ ക്യാമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന ഒരു നടൻ പോലും പറഞ്ഞത്, ആണും പെണ്ണും കെട്ടി വിവാഹം കഴിച്ചവരെ ഞാൻ എന്റെ വീട്ടിൽ കെട്ടുമെന്ന് ഒരു മഹാനടനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ലിബറൽ മനോഭാവം നമ്മളെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വീട്ടിന്റെ ഡൈനിങ് ഹാളിലെ വിട്ടിപ്പെട്ടിയിലൂടെ കുത്തിവെക്കാൻ ലിബറൽ വാദികൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിന്റെ ഗൗരവം തിരിച്ചറിയാനാവാത്ത രക്ഷിതാക്കളാണ് ഈ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പരാജയങ്ങൾ. അതുകൊണ്ട് തന്നെ